ഒടുവിൽ ഗോർനാഥ് ചലേൻസേത്ത് ജാമ്യം നേടി ഒഡീഷയിലെ ഫുൽബാനി ജില്ലാ ജയിലിൽ നിന്നും പുറത്തെത്തി. കാണ്ഡമാലിലെ ക്രൈസ്തവർ അനുഭവിച്ച കൊടും ക്രൂരതകളുടെയും നീതി നിഷേധത്തിന്റെയും പ്രതീകമാണ് ഗോർനാഥ്. മെയ് 9 സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടും ജയിൽ മോചിതനാകാൻ കഴിഞ്ഞത് 11 ദിവസത്തിനു ശേഷം മാത്രമാണ്. കാണ്ഡമാലിലെ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഗോർനാഥ് ചലേൻസേത്ത് ഉൾപ്പെടെ 7 പേർക്ക് 2013 വിചാരണ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നു. കുറ്റം നിഷേധിച്ച പ്രതികൾ സമർപ്പിച്ച അപ്പീലിന്റെ വിചാരണ 5 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ തള്ളപ്പെടുകയും ചെയ്തു. ഗോർനാഥിന്റെ ജാമ്യാപേക്ഷ 2 വട്ടമാണ് ഒഡീഷ ഹൈക്കോടതി തള്ളിയത്. മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ആൻഡോ അക്കരുടെയും ഒരു അഭിഭാഷക സന്നദ്ധ സംഘടനയുടെയും ശ്രമഫലമായാണ് ഗോർനാഥിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തിക്കാനും അവിടെ നിന്ന് ജാമ്യം നേടാനും കഴിഞ്ഞത്. ഫുൽബാനിയയിലെ ജയിലിന്റെ കവാടത്തിൽ ഗോർനാഥ് ചലേൻസേത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ മകനോടും ബന്ധുവിനോടും ഒപ്പം ആൻഡോ അക്കരെയും എത്തിയിരുന്നു. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ബുദ്ധിമാന്ദ്യമുള്ള ഒരാൾ ഉൾപ്പെടെ 6 പേർ ഇപ്പോഴും ജയിലിലാണെന്ന് ആൻഡോ പറഞ്ഞു. ഇവർക്കും താമസിയാതെ ജാമ്യവും നീതിയും ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, ദില്ലി.